ശ്രീ വി വസീഫ്, ഇനിയിപ്പോൾ എന്തായാലും നാളെ മുതൽ ഈ വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ചോദിക്കുന്നവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് തിരഞ്ഞ ആ ചോദ്യത്തിന് മറുപടി പറയുന്ന ലൈനാണ് കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് തോന്നുന്നത്. ഇതിൽ ഏറ്റവും കൗതുകരം, അദ്ദേഹം ഇന്നത്തെ ചോദ്യത്തിൽ ആ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തക അടക്കം ഏതൊക്കെയോ ചാപ്പ കുത്തുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി ഇവർക്കൊക്കെ അറിയാമോ എന്ന് തന്നെ സംശയമാണ്. മറ്റൊരു കാര്യം, ഈ നിഷ്പക്ഷത എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ നിഷ്പക്ഷം എന്നൊരു പക്ഷമില്ല, ശരിയുടെ പക്ഷമാണ്. മുൻകാലങ്ങളിൽ പിണറായി വിജയന്റെ ശൈലിയെക്കുറിച്ച് ചോദിച്ചു, ഇന്ന് വി ഡി സതീശന്റെ ശൈലിയെക്കുറിച്ച് ചോദിക്കുന്നു, അത്രയേ ഉള്ളൂ അവിടെ. രണ്ടാമത്തെ കാര്യം, ശ്രീ വി വസീഫ്, ഇവിടെ രാജു പി നായർ ഇപ്പോഴും ആരോപിക്കുന്നത് മുൻകാലങ്ങളിൽ നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെ കൂടിക്കാഴ്ച പിണറായി വിജയൻ നടത്തുമ്പോൾ അതിന്റെ വസ്തുതകൾ അതെന്തിനായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഈ രാജു പി നായർക്ക് കൊടുത്ത സമയം എനിക്കും നിങ്ങൾ അനുവദിച്ചു തരണം. അദ്ദേഹത്തിന് കൊടുത്ത സമയത്തിൽ ഏറിയ പങ്കും നിങ്ങളെ ഉൾപ്പെടെ ആക്ഷേപിക്കാനും പ്രകോപിതനാവാനുമാണ് അദ്ദേഹം സമയം കണ്ടെത്തിയത്. ഏതായാലും ഇപ്പോൾ അവരുടെ ഈ മാധ്യമങ്ങളോടുള്ള പെരുമാറ്റത്തിലൊക്കെ പ്രകടമായ മാറ്റം കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെയൊക്കെ ഉപദേഷ്ടാവ് കനകൊലു ഇപ്പോൾ തൽക്കാലം രംഗത്തില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണോ ഇവരുടെ ഈ രൂപമാറ്റം എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് കെ ബാബുവിനെ കുറിച്ചുള്ളതൊക്കെ പറഞ്ഞത് 100 കോടി രൂപയുടെ ഒരു കേസ് ഫയൽ ചെയ്തതാണത്. 2016 അത് നമുക്ക് വീണ്ടും പറയാം എന്തായിരുന്നു ആ റെയ്ഡിൻ്റെ കാര്യം, ആരായിരുന്നു തുടങ്ങിയത് എന്നൊക്കെ. പിന്നെ ഇദ്ദേഹം പറയുന്നത് നിർമ്മലാ സീതാരാമനെ കണ്ടു എന്നുള്ളതാണ്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നിങ്ങൾ കണ്ടതിന് ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പ്രയാസം പറഞ്ഞോ? ഇല്ലല്ലോ. ആഭ്യന്തരമന്ത്രിയെ കാണുമ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പോലും ഇല്ലെന്നേ. അതാ ചെന്നിത്തല ഇവിടെ നിന്ന് പറഞ്ഞത്, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചത്. കേരളത്തിൻ്റെ ഒരു മുൻ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കുമ്പോൾ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ED ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു സ്റ്റേറ്റ്മെൻറ്റും പറയാനില്ലേ? എനിക്ക് ഇദ്ദേഹത്തിൻ്റെ നേതാവ് ചെന്നിത്തല നേരത്തെ മഹാരാഷ്ട്രയിൽ പറഞ്ഞൊരു കാര്യം ദ വയർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഞാൻ വായിച്ചു തരാം. The Congress Maharashtra in charge Ramesh Chennithala said the Bharatiya Janata Party BJP is a washing machine and any opposition leader facing an investigation by central agencies like the Enforcement Directorate ED or the Central Bureau of Investigation CBI and willing to hop over to the other side is readily accepted in the BJP. Similarly, in Karnataka, Chief Minister Siddaramaiah called the central agencies BJP's affiliates and Congress President Mallikarjun Kharge called the agencies BJP's jawans. മനസ്സിലായി കാണുമല്ലോ. ഇതേ നിലപാടില്ലേ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഈ വക്താക്കൾക്ക്? അല്ലെങ്കിൽ ദേശീയ കോൺഗ്രസിൽ നിന്ന് ഈ സതീശൻ കോൺഗ്രസ് അങ്ങ് മാറി നിൽക്കുകയാണോ? എന്താ നിങ്ങളുടെ നിലപാട്? നിങ്ങൾ പറയണ്ടേ? പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം BJP ആക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയിലെ വിവിധ ചോദ്യമല്ലേ? പിണറായി വിജയന്റെ മകളെയാണ് ED ചോദ്യം ചെയ്തത്. അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിൽ പ്രതിരോധം തീർക്കേണ്ട ആവശ്യം കോൺഗ്രസിനോട്. ഒരു നാളെ തിരിച്ച് വി ഡി സതീശന്റെ മകളെ ഒറ്റ മിനിറ്റ് വി ഡി സതീശന്റെ മകളെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തു അല്ലെങ്കിൽ മൊഴിയെടുത്തു എന്ന് കരുതുക, അതിനെ പ്രതിരോധം തീർക്കേണ്ട ആവശ്യം CPIM-നും ഇല്ലല്ലോ. അതെങ്ങനെയാണ് ഈ പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന ED-യുടെ നയത്തിന്റെ പരിധിയിൽ വരിക? ഇവിടെ വീണ തൈക്കണ്ടിയിലിനെ ചോദ്യം ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള വാർത്തകളും അതൊക്കെ ഇവർ പരാതി കൊടുക്കുകയും ഇവരിടപെടുകയും ഒക്കെ ചെയ്തത് വീണ ആയതുകൊണ്ടാണോ? ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അവരൊരു ബിസിനസ് നടത്തി നിയമാനുസൃതം അവർ പണം വാങ്ങി അതിൻ്റെ കരാർ ഒപ്പിട്ടു. അതിൽ പണം കൊടുത്തവർക്ക് പരാതിയില്ല, പണം വാങ്ങിയ കമ്പനിയുമായിട്ട് മറ്റു കമ്പനിയെക്കുറിച്ച് മറ്റാക്ഷേപമില്ല, ഒന്നുമില്ല. എന്തിനാണ് ഇവർ വിവാദത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ഇത് പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടല്ലേ? ബോധപൂർവമല്ലേ? ഇവിടെ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞത് എന്താ? എന്നോടൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് കാരണം എന്താ? ഇതിൽ പിണറായി വിജയനെ ഇവർ കക്ഷി ചേർക്കുകയോ ആക്ഷേപിക്കുകയോ ഒന്നുമില്ല. ഇപ്പൊ രാജു പി നായർ കള്ളത്തരം, കള്ളൻ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷെ എന്നോട്
ഇതുപോലെ തിരിച്ച് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ ചോദ്യം വിളിപ്പിക്കാനായിരിക്കും. ചോദിച്ചിട്ടില്ല എന്ന് പിണറായി വിജയൻ പറയുന്നിടത്ത് തന്നെ വസീഫ്, അല്ല, നിങ്ങൾ ഞാൻ അങ്ങനെ ഉന്നയിച്ച വിളിക്കുന്നില്ല. പൊളിറ്റിക്കൽ ആരോപണത്തിന്റെ മുന ഒടിഞ്ഞില്ലേ? ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല. ഈ രാഹുൽ ഗാന്ധിയുടെ കോടിക്കണക്കിന് 761 ആരോപണത്തിന്റെ മുന, അത് തന്നെ ഞങ്ങളും പറയുന്നത്. കോഴിക്കോട് അന്വേഷണം നടത്തുക, കോഴിക്കോട് പരിശോധന നടത്തുമ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താ? ഈ ധർമ്മടത്ത് പരിശോധന നടത്തുമ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താ? ഈ സമൂഹത്തിൽ ഒരു ചർച്ച ഉണ്ടാക്കണം, കുറെ ക്യാപ്ഷൻസ് വരണം, ബ്രേക്കിംഗ് ന്യൂസ് വരണം. അല്ല, 2 കൊല്ലം ഇവർ അന്വേഷിച്ചെന്ന്, ഇവർക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. 2 കൊല്ലം അന്വേഷിച്ചിട്ട് ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഇവർക്ക് പ്രതി ചേർക്കാനോ ഏതെങ്കിലും തെളിവ് കണ്ടെത്താനോ ഒന്നും ഇവർക്ക് സാധിക്കില്ല. അതെല്ലാവർക്കും അറിയുന്നല്ലേ. അത് തന്നെ പിണറായി വിജയനും പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.